ഹലോ, എൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അളവ് നൈറ്റി എന്ന അളവെടുത്തിട്ട് ഒരു നൈറ്റി തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് അളവ് നൈറ്റി ആയിട്ടുള്ളത്, ഇതാണ് നമുക്ക് തുണിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവാത്തി എടുക്കാം. ത്രീ പീസ് നൈറ്റിയാണ്. അപ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കിയാണ് ഇട്ടേക്കുന്നത്, നിവൃത്തിയല്ല. നമ്മൾ നേരെ ഇതുണ്ടോ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടാണുള്ളത്. ഷോൾഡർ എല്ലാം കറക്റ്റ് വെക്കുക, കൈയെല്ലാം കറക്റ്റ് വെച്ചിട്ട് നമ്മൾ അളവ് രേഖപ്പെടുത്താനായിട്ട് നിവർത്തിയിടുക. അതിനുശേഷം നമുക്ക് ഫുൾ ഇറക്കം നോക്കണം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ പിടിച്ചാൽ ഫുൾ ഇറക്കം വരുന്നത് 52 ഇഞ്ച് ഇറക്കമാണ് നൈറ്റികൾ. അപ്പോൾ ഇതിനേക്കാളും 1 ഇഞ്ചും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കം വരുന്നത്, ലെങ്ത് വരുന്നത് 53 നമ്മളത് എഴുതി വെച്ചു. ഇനി നമുക്ക് അളവ് രേഖപ്പെടുത്തേണ്ടത് വണ്ണം, കഴുത്ത്, കൈയുടെ ഇറക്കം, കൈയുടെ വണ്ണം, ഈ ഷേപ്പിൻ്റെ നീളം, അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് വണ്ണം നോക്കേണ്ടത് ജസ്റ്റ് വണ്ണമായിട്ട് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത് പിന്നെ വലിച്ചു പിടിക്കുക. അപ്പോൾ നമുക്ക് ഒരു പീസേ കിട്ടുന്നത് 13 ഇഞ്ചാണ്. അപ്പം നമുക്ക് പുറകിൽ മാത്രം 26 ഇഞ്ച് വണ്ണം കിട്ടണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 52 വണ്ണം നൈറ്റിക്ക് തയ്ച്ച് തീരുമ്പോൾ നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു പീസയിൽ നമുക്ക് 13 വണ്ണം കിട്ടണം. ഇനി നമുക്ക് ഫ്രണ്ട് ഈ പീസിൻ്റെ യോക്ക് പീസിൻ്റെ ഇറക്കമാണ് നോക്കുന്നത്. അപ്പം ഫ്രണ്ട് യോക്ക് പീസിൻ്റെ ഇറക്കം വരുന്നത് 9 ഇഞ്ചാണ്. യോക്ക് ലെങ്ത് അപ്പം 9 ഇഞ്ച് ഇറക്കം കിട്ടി. ഇനി നമുക്ക് കൈ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. പുറകു കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. നെക്ക്, ഫ്രണ്ട് നെക്ക് 6, പുറകു നെക്ക്, ബാക്ക് നെക്ക് 4.5, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് കയ്യുടെ ഇറക്കം നോക്കാം. കയ്യുടെ ഇറക്കം നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. HL 8. അപ്പോൾ താഴത്തെ വണ്ണം നോക്കാം നമുക്ക്. താഴത്തെ വണ്ണം വരുന്നതും 8 ഇഞ്ചാണ്. ഇനി നമുക്ക് കൈയുടെ ഈ ജോയിൻറ്റിൻ്റെ അവിടെ, അതായത് ഈ യോക്ക് പീസ് തീരുന്നിടത്ത് ഈ വണ്ണവും നോക്കണം, കൈയുടെ ഈ ലെങ്തും നോക്കണം. ഇപ്പോൾ യോക്ക് പീസിൻ്റെ വീതി തയ്ച്ച് തീർന്ന് വന്നിട്ടുള്ള 5 ആണ്. അപ്പോൾ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് എടുക്കണം. യോക്ക് പീസിൻ്റെ വണ്ണം വരുന്നത് 6 ഇഞ്ച്. നമ്മൾ തലത്തും കൂടെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി കൈയുടെ ഈ ഇറക്കം ഇവിടെ വരെ, ഈ ജോയിൻറ്റിൻ്റെ അവിടെ വരെയുള്ള ഇറക്കം നോക്കണം. അപ്പോൾ 7 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കുമ്പം 7.5 ഇഞ്ച് വരണം. 7.5 ഇഞ്ച്. ഇനി നമ്മുടെ ഈ നൈറ്റി പീസേലും കൂടെ, യോക്ക് കഴിഞ്ഞിട്ട് നൈറ്റി പീസേലും കൂടെ വരുന്ന ഈ ലെങ്ത് നോക്കണം കൈയുടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് 7 ഇഞ്ചാണ്. ഇത് 7 ഇഞ്ചാണ് നമുക്ക് ഈ ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിന്ന് ഇവിടെ എഴുതിച്ചു. ഇത് നമുക്ക് 7.5, ഇത് നമുക്ക് 7 ആണ്. അപ്പോൾ നമ്മുടെ അളവ് കഴിഞ്ഞു. ഇനി നമുക്ക് പുറകിലത്തെ ഇറക്കം വേണമെങ്കിൽ നോക്കാം. കാരണം ഫ്രണ്ടും പുറകും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഈ ഇറക്കത്തിന്. അപ്പോൾ നമുക്ക് ചില നൈറ്റികൾക്ക് അങ്ങനെ വ്യത്യാസം വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇത് 9 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകം അളക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വീതി നമുക്ക് കറക്റ്റാണ്, കാരണം നമ്മൾ 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്, ഇവിടെ 12 ഇഞ്ചുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അളവുകളൊന്നുമില്ല. ഇനി നമുക്ക് തുണി 4 ആക്കി മടക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതാണ് നമുക്ക് തുണിയായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു പീസ് ഉള്ളിലായിട്ടാണ് അവർ മടക്കുക. ഇതുണ്ടല്ലേ, നമ്മളിപ്പോൾ 4 ആക്കി മടക്കിയാൽ ഇതിങ്ങനെ, ഇതാണ് ഫോൾഡർ സൈഡ്. നമ്മൾ 4 ആക്കി മടക്കിയാൽ ഈ ഒരു പീസ് നമുക്ക് ഉള്ളിൽ പോകും. അപ്പോൾ നമുക്ക് കഴുത്ത് വെട്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ പീസിനെ നമ്മൾ നിവർത്തുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചീത്ത വശം ഇടാം, അളവുകൾ രേഖപ്പെടുത്തേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ മടക്കും നമ്മൾ 2 ആക്കി. ഒരു പീസിനെ നമ്മൾ നടുവേ 2 ആക്കി മടക്കി. ഇതങ്ങ് നീളത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ മടക്കി പോകണം, എങ്കിലും നമുക്ക് കഴുത്തുകൾ തമ്മിൽ സെപ്പറേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ തുണി നമ്മൾ 4 ആക്കി മടക്കി, മടക്കിയിട്ടു.
അപ്പോൾ നമുക്കിതിന് എത്ര ഇറക്കം കിട്ടുമെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ നൈറ്റി തുണിക്ക് എത്ര ഇറക്കം കിട്ടുമെന്ന് നോക്കണം. കാരണം ചില തുണികൾ നമ്മൾ 2.90 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇറക്കം നമുക്ക് വേണ്ട ഇറക്കം ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. ഇവിടെ ഇപ്പം നമുക്ക് 53 കിട്ടേണ്ടടുത്ത് 55 ഉണ്ട്. നമുക്ക് 2 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ലെങ്തിൽ നമുക്ക് എടുക്കണം. ഇപ്പോൾ താഴ്വശം നമുക്ക് താഴേക്കിടാം. കാരണം മേശയ്ക്ക് വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ താഴ്വശം താഴേക്ക് വലിച്ചിടാം. ഫുൾ ലെങ്തിൽ നമുക്ക് 53 ഇറക്കം കിട്ടേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫുൾ ലെങ്ത് നമുക്ക് എടുക്കുകയാണ്. നമ്മൾ 53 കിട്ടണമെങ്കിൽ 2 ഇഞ്ച് കൂടുതലിടണം. കാരണം നമുക്കിവിടെ തലത്തുമ്പ് യോക്ക് പീസിന് 1 ഇഞ്ച് തലത്തുമ്പ് വേണം, ഷോൾഡറിന് 1/2 ഇഞ്ച് തലത്തുമ്പ് വേണം. അപ്പം 1.5 ആയി. പിന്നെ താഴെ വെച്ച് നമുക്ക് മടക്കി അടിക്കാനുള്ള 1/2 ഇഞ്ചും കൂടെ പോകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് കറക്റ്റാണ്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ ഇറക്കം കൂടുതലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസിൻ്റെ ഇറക്കം നമുക്ക് രേഖപ്പെടുത്താം. നമുക്ക് 9 ഇഞ്ചാണ് യോക്ക് പീസിൻ്റെ ഇറക്കമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ 9ഉം 1/2 ഇഞ്ച് നമുക്ക് 1/2 ഇഞ്ചും പോരാ, 1 ഇഞ്ച് നമുക്ക് തലത്തുമ്പും കൂടെ കൂട്ടി 10 ഇഞ്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ 10 ഇഞ്ച് ഇവിടെ രേഖപ്പെടുത്തി. 10 നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിതിൻ്റെ വണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത്. അത് യോക്ക് പീസിൻ്റെ വണ്ണം. നമ്മൾ താഴത്തെ പീസ് അല്ലിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, യോക്ക് പീസാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പീസിൻ്റെ വണ്ണം നമുക്ക് 6 ഇഞ്ചാണ് തലത്തുമ്പ് അടക്കം നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്ക് 6 ഇഞ്ച് നമ്മളിവിടെ യോക്ക് പീസിൻ്റെ വണ്ണമായിട്ട് അടയാളപ്പെടുത്തി. അപ്പോൾ ഇനി നമ്മൾ കൈയുടെ ഇറക്കം. കൈയുടെ ഇറക്കം നമ്മൾ രേഖപ്പെടുത്തിയേക്കുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചാണ് കൈയുടെ ഇറക്കം രേഖപ്പെടുത്തിയേക്കുന്നത്. ആ 8 ഇഞ്ചും നമുക്ക് ഇവിടുത്തെ തലത്തുമ്പ് 1/2 ഇഞ്ച്, താഴെ നമുക്ക് മടക്കി അടിക്കണമെങ്കിൽ 1 ഇഞ്ച്. അപ്പോൾ 9.5 ഇഞ്ച് നമ്മൾ കൈയുടെ ഇറക്കമായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് 9.5 ഉണ്ട്. ഇപ്പോൾ 9.5 ഇഞ്ച് നമ്മൾ കൈയുടെ ഇറക്കമായിട്ട് രേഖപ്പെടുത്തി. ഇനി നമ്മുടെ ഇവിടെ നിന്നുള്ള പീസ്, അതായത് നമ്മൾ യോക്ക് പീസയിൽ കൈ പിടിപ്പിക്കുന്നതിൻ്റെ നീളം അത് വേണം. അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. ഇതാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 7.5 ഇഞ്ച്. അപ്പോൾ ആ 7.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ 7.5 ഇവിടെ ഒരു മടക്കി തയ്ക്കുന്നത്, അത് മടക്കി ഉള്ളിലേക്ക് തയ്ക്കേണ്ടതുകൊണ്ട് ഒരു 4 ഇഞ്ചും കൂടെ വേണേൽ കൂട്ടാം. നമുക്ക് 8 ഇഞ്ച് എടുത്തേക്കാം. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് താഴേക്ക് വരയ്ക്കാം. അപ്പോൾ അത് കൈയുടെ യോക്കെ പിടിപ്പിക്കേണ്ട പീസാണിത്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ നൈറ്റി പീസിൽ, ഇത് യോക്ക് പീസ്, ഈ ബാക്കി വരുന്ന നമുക്ക് താഴേക്ക് വരുന്ന ഞുറി വെക്കുന്ന ഭാഗം നൈറ്റി പീസിൽ നമ്മളിങ്ങനെ ചെരിച്ചു പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നീളം വരുന്നത് നമുക്ക് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ ഈ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 8 ഇഞ്ചിൻ്റെ അവിടുന്ന് ചെരിച്ചു പിടിക്കുക. അപ്പോൾ ഇവിടെ 7 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് കൈക്ക് വണ്ണമായിട്ട് വേണ്ടത്, താഴത്തെ വണ്ണമായിട്ട് വേണ്ടത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് നമ്മൾ കൈയുടെ യോക്ക് പീസെ പിടിപ്പിക്കേണ്ട നീളം അടയാളപ്പെടുത്തി. പിന്നെ ചെരിച്ചിട്ടുള്ള, അതായത് ചെരിഞ്ഞാണ് ഈ കൈ വരുന്നത്. 3 പീസ് യോക്ക് പീസ്, അതായത് 3 പീസ് നൈറ്റ് വരുന്നത് കൈ ഇങ്ങനെ ഒരു ചതുര പീസ്, അതായത് ഒരു കോൺ പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പീസിൻ്റെ ഇവിടെ നിന്നുള്ള ചെരുവാണ് നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഇവിടെ. ഇനി നമുക്ക് കൈ വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം 8 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട വണ്ണം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് കൂടുതലിട്ടു. അപ്പോൾ 9.5 ഇഞ്ച്. ആ 9.5, അതായത് കൈ വണ്ണമാണ് 8 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തലത്തും ഇട്ടു. ആ 1.5 ഇഞ്ച് ഇട്ടത് 9.5 ആ 9.5 നിന്നും നമ്മൾ 7 അടയാളപ്പെടുത്തിയെടുത്ത് ചെരിഞ്ഞു വരയ്ക്കുന്നു. ഇങ്ങനെ, അതായത് കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി, അതിൻ്റെ കൂടെ തലത്തും ഇട്ടു. അവിടെ നമ്മൾ ചെരിഞ്ഞു വരയ്ക്കാൻ വേണ്ടി, അതായത് കൈയുടെ ഒരു സൈഡ് നമ്മൾ ചെരിഞ്ഞു വരയ്ക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തി 7 ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു. വണ്ണത്തിൽ നിന്നും ആ 7 ഇഞ്ചിലേക്ക് വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് യോജിപ്പിക്കണം, അതായത് 7 ഇഞ്ച് വരുന്നത്. ഇത്ര കൃത്യമായ അളവെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യോക്ക് പീസ് വെട്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നൈറ്റി പീസ് താഴത്തെ പീസ് വെട്ടി കഴിയുമ്പോൾ, നമ്മൾ ഞുറിയിട്ട് കഴിയുമ്പോൾ സാധാരണ നമുക്ക് ഈ പീസ് എത്താതെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അളവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് നമ്മൾ തലത്തുമ്പും കൂടെ കൂട്ടി രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അളന്ന് വരയ്ക്കുന്നത്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ യോക്ക് പീസിൻ്റെ ഇറക്കം നമ്മൾ പിടിച്ചിരുന്നു, അതിൻ്റെ ഇറക്കം നമ്മൾ രേഖപ്പെടുത്തി. അതിനുശേഷം കൈയുടെ ഇറക്കം രേഖപ്പെടുത്തി, യോക്ക് പീസിൻ്റെ വണ്ണം രേഖപ്പെടുത്തി. അതിനുശേഷം നമ്മൾ യോക്ക് പീസെ പിടിപ്പിക്കേണ്ട കൈയുടെ നീളം അടയാളപ്പെടുത്തി, തലത്തുമ്പ് കൂട്ടി. അതിനുശേഷം ആ ചെരിവ്,
അത് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി, അതായത് വണ്ണം നമ്മൾ അളന്ന് നോക്കിയിട്ട്, അതായത് നീളം നമ്മൾ അളന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി. അതിനുശേഷം കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി തൈൽത്തുമ്പ് ചേർത്തതിന് ശേഷം അത് നമ്മൾ ഈ ചെരുവയിലേക്ക്, അതായത് ചെരുവിൻ്റെ നീളം അടയാളപ്പെടുത്തിയിലേക്ക് ചെരിച്ചു വരച്ചു. നമ്മുടെ നൈറ്റിയുടെ പ്രധാനപ്പെട്ട അളവെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് താഴത്തെ നൈറ്റി പീസയിൽ നമ്മൾ ഷേപ്പ് ഇടണം. അതുപോലെ നമ്മളൊരു കൈക്കുഴിയുടെ ഇറക്കം, അതായത് ഈ ഇറക്കം, ഈ നീളം നമുക്ക് കൈക്കുഴിയുടെ ഇവിടെ വരണം. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 10 അടയാളപ്പെടുത്തി അവിടെ നിന്ന് നേരെ നമ്മൾ ഇതിലേക്ക് കണ്ടോ, അതായത് നമ്മൾ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി എടുക്കുന്ന ആ ജോയിൻറ്റ്, അതായത് ഈ ചെരിഞ്ഞ് വരച്ച ജോയിൻറ്റ് നമ്മൾ 7 അടയാളപ്പെടുത്തിയത്. ആ 7ൻ്റെ അവിടം വരെ നമ്മൾ ഈ 10 യോക്കിൻ്റെ 10 അടയാളപ്പെടുത്തി എടുക്കുന്ന നേരെ ഒരു വര വരച്ചു, ഇച്ചിരി ചെരിഞ്ഞിട്ട് പിന്നെ വരയ്ക്കാം, അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കണക്കില്ലാതെ നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തിയാൽ വലുതായി പോകും. അപ്പോൾ നമുക്ക് തികയാതെ വരും, പിന്നെ ഞുറിയിടുമ്പോൾ നമുക്ക് കറക്റ്റ് ആകാതെ വരും, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെരുവിൻ്റെ നീളം എത്രയാണോ അതാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. കാരണം അതാണ് നമ്മുടെ നൈറ്റി പീസിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെരുവിൻ്റെ നീളം എത്രയാണോ, നമ്മൾ 7 അടയാളപ്പെടുത്തിയത്, ആ 7 നമുക്ക് ഇവിടുന്ന് എവിടെ കിട്ടുന്നോ അവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ചെരിഞ്ഞെടുത്ത് നമ്മളിങ്ങനെ ടേപ്പ് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ്. ഇതുണ്ടോ, 7 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടി. അത് നമ്മൾ ഇങ്ങനെ ചെരിച്ചങ്ങ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആ അടയാളപ്പെടുത്തി, അതായത് ഈ നീളമാണ് നമ്മളിവിടെ ഈ കൈക്കുഴിയുടെ നീളമായിട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതാണ് നമ്മൾ ഈ യോക്ക് പീസയിൽ ഞൊറിയിട്ട് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ, ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം, ഇവിടെയാണ് നമ്മൾ ഈ പീസാലം പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നീളം തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ഇപ്പം നീളം കുറവാണെങ്കിൽ ഇവിടെ നീളം കുറവ് മതി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നൈറ്റി, 3 പീസ് നൈറ്റിക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് വശം മാത്രമാണ് വേറെ സെപ്പറേറ്റ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. താഴേക്ക് നമ്മുടെ താഴത്തെ നൈറ്റിയുടെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊപ്പമാണോ നോക്കണം. ചില താഴത്തെ പീസ് ചിലപ്പം കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് കയ്യിൽ ഇറക്ക വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ഒപ്പമാണോ നോക്കിയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒപ്പമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കൈയുടെ വണ്ണത്തിനായിട്ട് അടിക്കുന്നത്. ഇത് നമ്മൾ നൈറ്റി പീസയിൽ, അതായത് ഈ താഴത്തെ പീസയിൽ വെക്കുന്ന സ്പേസാണ്. അപ്പോൾ നമ്മൾ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടും പുറകുമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇറക്കം വേണ്ടത് 10 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിവർത്തിയിടുന്നു. എന്താ നിവർത്തിയിട്ടു. അതിന് ശേഷം നമ്മൾ 10 ഇഞ്ച് ഇറക്കം ഉണ്ടോ നോക്കുക, ഷോൾഡർ. ഇനി നമുക്ക് കഴുത്ത് 4.5 ഇഞ്ചാണ് നമ്മൾ കഴുത്ത് രേഖപ്പെടുത്തിയത് പുറകിലത്തെ, അത് നമുക്ക് അടയാളപ്പെടുത്താം. അത് ചതുരം വേണേലും ചെയ്യാം, യു വേണേലും ചെയ്യാം. അപ്പം ഞാനിവിടെ ചതുരമാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് അകലം കൊടുത്തു. നമുക്ക് തയ്ച്ച് തീരുമ്പം 2.25 കിട്ടും. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് കൊടുത്തു. 2 ഇഞ്ച് 2.25 2.5 കിട്ടും. നമ്മൾ 2 ഇഞ്ച് അകലം കൊടുത്തു, 4.5 ഇഞ്ച് ഇറക്കം കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം വീതി നമുക്ക് ഫ്രണ്ടിനേക്കാളും വേണമെങ്കിൽ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂടെ കൂടുതൽ കൊടുക്കാം. നമ്മളിവിടെയാണ് 6 അടയാളപ്പെടുത്തിയത്, നമുക്കിവിടെ 7 ഇഞ്ച് കൊടുത്തേക്കാം, 14 ഇഞ്ച്. കാരണം പുറകിച്ചിരി വിരിവുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പിടുത്തം വരാതിരിക്കാൻ നമ്മൾ ഇതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ കൊടുത്തു. എല്ലാവർക്കും വേണ്ട, കാരണം ഓരോരുത്തർക്കും പുറക് വിരിവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വിരിവ് കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 7 ഇഞ്ച് നമ്മൾ കൈയുടെ ഷേപ്പ്, അതായത് യോക്ക് പീസയിൽ നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ പീസുണ്ട്, അവിടെ നിന്ന് നമ്മൾ ഈ കോണിലേക്ക് തിരിച്ചു വരയ്ക്കുന്നു. ഇത് നമുക്ക് കൃത്യമായി കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് കൈ കൂടിയും കുറഞ്ഞും പോകും. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ തൈൽത്തുമ്പ് വേണം, അതുകൊണ്ട് നമ്മൾ ഒരു പോയിൻറ്റും കൂടെ ഇറക്കിയിടും. ഇവിടെ 1/2 ഇഞ്ച് നമ്മളിവിടെ തൈൽത്തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് തൈൽത്തുമ്പ് അടയാളപ്പെടുത്തി ഇറക്കുന്നത്. 8 ഇഞ്ചാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിലേക്ക് നമ്മൾ വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ചെരിച്ചു കൊടുക്കുന്നു. ഈ കോണിൻ്റെ ഇറക്കത്തിലേക്ക് നമ്മൾ ചെരിച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം.
ഷോൾഡറും കട്ട് ചെയ്യാം. ഇപ്പോൾ തുണി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തുണി സേവ് ചെയ്ത്, അതായത് കഴുത്തൊക്കെ കട്ട് ചെയ്ത് കളയാതെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. എങ്കിലേ നമുക്ക് ഫ്രണ്ട് വശം നമുക്ക് 3 പീസ് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്തടിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ പീസ് വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സേവ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് തുണി തയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറകു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ ഇതിൻ്റെ ഇറക്കം നോക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിവിടെ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമുക്കൊരു 4 ഇഞ്ച് വീതിയിൽ, ഇത് നമ്മൾ ഫോൾഡഡ് സൈഡാണ്, ഇവിടെ കട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ അടിയിലത്തെ നടുക്ക് പീസ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി, ഇവിടെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് 9 ഇഞ്ച് ഇറക്കം ഇവിടെയുണ്ട്. ഇതിന് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് റൗണ്ട് ഷേപ്പ് ചെയ്യാം. ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് ഇതുണ്ടോ, നമ്മൾ കഴുത്ത് വരയ്ക്കുന്ന പോലെ, കഴുത്ത് വരയ്ക്കുന്ന പോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൃത്യമായി പറയുവാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു 2 ഇഞ്ച്, ഇവിടെ നിന്നും 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിന് ശേഷം ആ പോയിന്റുകൾ നമ്മൾ കൂട്ടി വെപ്പിച്ചാൽ നമുക്ക് കൃത്യമായ ഷേപ്പിലുള്ള പീസ് കിട്ടും. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് 4 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി, ഇവിടെ നിന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇറക്കം നമ്മൾ ഇതേ ഇറക്കം, അതായത് പുറകിലത്തെ ഇറക്കം തന്നെ നമ്മൾ 9 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ അത് ചതുരം വരച്ചു, 4ഉം 9ഉം. അതിനുശേഷം ഇവിടെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ പോയിന്റിനെ യോജിപ്പിക്കാൻ നമുക്ക് ശരിക്കും ഒരു കഴുത്ത് പോലത്തെ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പീസ് റെഡിയായി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കപ്പം ആ പീസ് നമുക്ക് റെഡിയായി കിട്ടി. നല്ല ഷേപ്പിൽ നമുക്ക് ഇതുണ്ട്, നല്ല ഷേപ്പിൽ നമുക്ക് ആ പീസ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പൈപ്പിംഗ് കൊടുത്ത് കറക്റ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഒരു പീസും കൂടെ കട്ട് ചെയ്യണം. അത് ഇതിൽ നിന്ന് കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും, ചിലപ്പം പാൻറ്റിൻ്റെ നമുക്ക് കൊടുത്താൽ ഇച്ചിരി കട്ട് കിട്ടും. അപ്പം പാൻറ്റിൻ്റെ പീസ് കൊടുക്കാം. കറുപ്പ് തുണിയുണ്ട്, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഫോൾഡഡ് സൈഡായ ഈ പീസാണുള്ളത്. കണ്ടോ, ഇത്രയും പീസാണ് നമുക്കുള്ളത്. ഇതിനെ വെച്ചിട്ട് വേണം നമുക്ക് ക്രോസ് പീസ് വെട്ടാൻ, അതുപോലെ പുറകിൽ നമുക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസ് വെട്ടാൻ. നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു പീസും കൂടെ ഉണ്ട്, 3 പീസാണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ടിൽ ഒരു പീസ് വെക്കാനുള്ള ഒരു തുണിയും കൂടെ കട്ട് ചെയ്തിടണം. അതിൻ്റെ അളവ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. നൈറ്റിന്ന് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മടക്കിയിടാം. ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 പീസ് കിട്ടി. അപ്പോൾ അതിൻ്റെ നീളം നമുക്ക് 5 ഇഞ്ച് എടുത്തു നമ്മൾ, അതായത് ഫ്രണ്ടിൽ വരുന്ന 3 പീസിൽ ഒരു പീസിൻ്റെ നീളം 5 ഇഞ്ച് എടുത്തു. മറ്റേ നമ്മൾ 4ആണ് എടുത്തത്. വീതി നമ്മൾ 5 ഇഞ്ച് തന്നെ എടുത്തു. 5 4.5 ആയാലും മതി, കാരണം നമുക്ക് തുണി കുറവായതുകൊണ്ട് നമുക്ക് 4.5 എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ താത്തുക. അപ്പോൾ അതിന് നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഷേപ്പ് ചെയ്ത് വരച്ചു. നമുക്കിതിന് വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ഇവിടെ കൊടുത്ത എത്രയാണോ അളവ്, ഇവിടെ എത്രയാണ് നമ്മൾ 3/4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3/4 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മുടെ 3ാമത്തെ പീസും റെഡിയായി. നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ എക്സ്ട്രാ പീസും കൂടെ കട്ട് ചെയ്തിട്ട് തയ്ക്കാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വരും. ഇത് 3 പീസ് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ പീസും കൂടെ കട്ട് ചെയ്തിട്ട് തയ്ക്കുന്ന വിധം നോക്കാം. നമുക്ക് തുണി കിട്ടിയല്ലാത്തതുകൊണ്ട്, പുറകു പീസ് നമുക്ക് അടിച്ചു മറിക്കാൻ തുണി കിട്ടിയല്ലാത്തതുകൊണ്ട് ഞാൻ അതേ സെയിം ഇതിൻ്റെ പൂവിൻ്റെ കളർ വരുന്ന തുണി ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ചതുര പീസായിട്ട് അടിച്ച് മറിച്ചെടുക്കാൻ ഓർത്താണ്. അതുപോലെ നമുക്ക് ഫ്രണ്ട് വശത്ത് 3 പീസാണല്ലോ നമ്മൾ കൊടുക്കുന്നത്.
ആ 3 പീസിന് പൈപ്പിംഗ് വെക്കാൻ അതേ കളറ്, അതായത് ഈ പൂവിൻ്റെ അതേ കളറ് തുണി ഞാൻ ക്രോസ് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രോസ് പീസ് നമുക്ക് പൈപ്പിംഗ് കൊടുത്തെടുക്കാം. ആദ്യം നമുക്ക് ഈ പുറകു എടുത്ത് അടിച്ചു മറിക്കാം. അപ്പോൾ നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പം പുറകു പീസാണ് ആദ്യം നമ്മൾ തയ്ക്കുന്നത്. പുറകു പീസിൻ്റെ കഴുത്ത് നമുക്ക് ആദ്യം തയ്ക്കാം. നമുക്കിവിടെ കട്ട് കൊടുത്തിട്ട് 2 കോണിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കാം. നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറകുവശം ഉൾവശം നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കാം. തയ്ച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചാൽ മതി. നമ്മൾ പുറകുവശം കഴുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ 3 പീസയിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് നമുക്കിത് വെച്ച് കൊടുക്കണം. എന്നാലും ഇച്ചിരി കട്ടി കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെ പൈപ്പിംഗ് വെക്കാൻ പോകണം. നമ്മൾ പൈപ്പിങ്ങിൻ്റെ ഒരു വശം മടക്കി അടിച്ചു. ഇനി നമ്മൾ ഈ മടക്കി അടിക്കാത്ത വശം നമ്മൾ ഈ പീസയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ ഷേപ്പിൽ തന്നെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ പൈപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ പോകണം. അത് അടിച്ചു കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തേക്ക് മറിച്ചടിക്കാം. ഇതിങ്ങനെ നമുക്ക് ഈ വശത്തേക്ക് ഒരു പൈപ്പിംഗ് രീതിയിൽ നമ്മൾ മടക്കിയിട്ട് ഉണ്ടോ നമ്മൾ ഒരു പൈപ്പിങ്ങിൻ്റെ രീതിയിൽ മടക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഫ്ലവറിൻ്റെ ആ നിറത്തിന് മാച്ചായിട്ടുള്ള തുണിയാണ് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നത്.
നമ്മൾ പൈപ്പിംഗ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാം. കാരണം ഇത്രയും വിസ്താരം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ ടച്ച് ചെയ്ത് ഒരടിക്കാൻ അടിക്കാം. നമ്മൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഷേപ്പ് പീസും നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് വെക്കുന്ന പീസിനാണ് പൈപ്പിംഗ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു പീസുണ്ട്, അതിന് നമ്മൾ പൈപ്പിംഗ് വെക്കാൻ പോകണം. ഇതാണ് പീസ്, ഇതിന് നമ്മൾ പൈപ്പിംഗ് കൊടുക്കാൻ പോകണം. നമുക്ക് ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അടിയിൽ 2 എക്സ്ട്രാ പീസ് വെച്ചു കട്ട് കിട്ടാൻ. അതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് പീസ് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഒരു സൈഡ് മടക്കിയടിക്കാം. നമുക്ക് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് വേണേലും അങ്ങനെ ചെയ്യാം. ഇത് പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ പൈപ്പിംഗ് കൊടുക്കാം. ചെറിയൊരു ഷേപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഒരു ചെറിയ ആർച്ച് രൂപത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്തില്ലെങ്കിൽ പിരിഞ്ഞു പോകും. പരമാവധി ഒരേ വീതിക്ക് തന്നെ പൈപ്പിംഗ് വരാൻ ശ്രദ്ധിക്കുക. നമ്മൾ പൈപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വശത്തും കൂടെ പൈപ്പിംഗ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പീസിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെയാണ് നൈറ്റിയാൽ വെക്കുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിനി ബാക്കി ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 6 ഇഞ്ചാണ് കഴുത്ത്. അപ്പം നമുക്ക് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം രേഖപ്പെടുത്തണം. ഈ 2 പീസയിലും കഴുത്തിൻ്റെ ഇറക്കം രേഖപ്പെടുത്തണം. ഈ ഷേപ്പ് പീസയിൽ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് 6 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ ഷോൾഡർ അടിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ 6.25 അടയാളപ്പെടുത്തും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് വരുന്ന പോലെയാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെക്കും. ഇവിടെ നമുക്ക് കഴുത്തിൻ്റെ അകലമുണ്ട്. ഫ്രണ്ട് വശത്ത് നമ്മളൊരു 4.5 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് കഴുത്ത് വരുന്നാൽ നമുക്കതിന് ഇതിങ്ങനെ 2ആക്കി മടക്കിയിട്ട് നമുക്ക് 2.25 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് നമുക്കിവിടെ രേഖപ്പെടുത്താം. അപ്പോൾ ഈ അടയാളത്തിൽ വരുന്ന പോലെ ആയിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് കഴുത്ത് അകന്നു പോകും. അപ്പം ഇങ്ങനെ നമ്മൾ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അകലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം കറക്റ്റ് വരുന്നാൽ നമ്മൾ വെച്ചിട്ട് നമ്മളിത് ജോയിൻ ചെയ്യുകയാണ്.
നമ്മൾ തേര് പീസേ കൂടെ നമ്മൾ അടിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അതിന് ശേഷം എക്സ്ട്രാ ഒരു അടിപ്പും കൂടെ നമ്മൾ അടിക്കണം. ഈ അറ്റത്തും തുടങ്ങിയിട്ട് നമ്മളൊരു അടിപ്പും കൂടെ ഇപ്പുറത്ത്. അപ്പോൾ നമ്മളത് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പുറത്തെ പീസ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് 2.5 ഇഞ്ച്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി ഇത് നമ്മൾ ടച്ച് ചെയ്ത് വെക്കും. ഉണ്ടോ? അപ്പോൾ നമുക്ക് കഴുത്ത് കറക്റ്റ് വീതിയിൽ കിട്ടിയിട്ടുണ്ട്. അകന്ന് പോയിട്ടുമില്ല, എന്നാൽ കറക്റ്റ് അകലമാണ് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. ഇനി നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഒരേപോലെ വരും. നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കൃത്യമായ ഷേപ്പിലും അളവിലും വരും. നമ്മളതും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഒന്നുകൊണ്ട് അടിക്കാം. അപ്പോൾ ഇവിടെ ജോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്കൊരു സ്റ്റിച്ച് കെട്ടിട്ട് കൊടുക്കാം. നമ്മളത് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഷോൾഡറാണ് യോജിപ്പിക്കുന്നത്. അതിന് മുന്നേ നമുക്കിവിടെ ഒരു പീസ് നമുക്കിങ്ങനെ ക്രോസ് പീസ് എടുക്കാം, നൈറ്റിയുടെ തുണിയുടെ തന്നെ. അതിന് ശേഷം അത് നമുക്ക് അടിക്കാം. ഇങ്ങനെ ജോയിൻ കൊടുത്ത് അടിച്ചെടുക്കാം. അതിന് ശേഷം വള്ളിയായിട്ട് നമുക്ക് ബോയും ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് 2 ചെറിയ കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ വള്ളി ഏതെങ്കിലും ഒരു കോണിൽ ഇങ്ങനെ ഇങ്ങോട്ട് മുകളിലേക്ക് നീട്ടിയിടുക. അതിന് ശേഷം ഇതിങ്ങോട്ട് മടക്കുക. എന്നിട്ടത് ബോയായിട്ട് അടിച്ചെടുക്കുക. കെട്ടിട്ടെടുക്കുക. അതിന് ശേഷം ഇതിങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറ്റത്തൊരു ബോയായിട്ട് കിട്ടി. ഇത് നമ്മൾ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ അറ്റത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ വള്ളിയുടെ അറ്റത്ത് ലാക്കൺ അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് 2 അറ്റത്തും. ഇനി നമ്മളത് ഒന്നിങ്ങനെ വളച്ചിട്ട് ഒന്നുകൂടെ വളയ്ക്കും. 2 വളയും ഇട്ടിട്ട് നമ്മളിങ്ങനെ വെക്കുന്നു. അതിന് ശേഷം ഇതിങ്ങനെ 2 വശത്തുമായിട്ട് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യും നടുക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം തയ്ച്ചു കഴിഞ്ഞു. അതിന് ബോയും കൊടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് അടിക്കേണ്ടത്. നമ്മൾ പുറകുവശം ആദ്യം തയ്ച്ചു വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഷോൾഡർ അടിച്ചിട്ട് കൈ ചേർക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടി വെപ്പിച്ചു. ഇനി നമുക്ക് നൈറ്റി പീസ് താഴത്തെ ഞുറിയിടേണ്ട ഭാഗം നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഷോൾഡർ വേണമെങ്കിൽ പതിച്ചടിക്കാം. നമുക്കിനി നമ്മൾ ഷോൾഡറും പതിച്ചടിച്ചു. ഇനി നമുക്ക് താഴത്തെ നൈറ്റിയുടെ പീസ് നമുക്ക് ഞുറിയിടേണ്ട ഭാഗം നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കൈ വെച്ചാൽ താഴത്തെ ഭാഗം വെക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് നമ്മൾ താഴത്തെ ഭാഗമാണ് ആദ്യം അടിക്കുന്നത്. നൈറ്റിയുടെ നമ്മൾ കൈക്കുഴിക്കായിട്ട് കട്ട് ചെയ്ത ഭാഗമുണ്ട്, അവിടെ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് നടുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. നൈറ്റി പീസിൻ്റെ നടുക്ക് നോച്ചിട്ട് കൊടുക്കാം. ഈ പുറകു പീസിൻ്റെ നടുക്ക് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഞുറിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നടുക്കുന്ന തുടങ്ങാം. അപ്പോൾ ഞുറി നമുക്ക് 2 വശത്തേക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. നടുക്കും തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പുറത്തോട്ട് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ കൈക്കുഴി വെട്ടിയ ആ സ്ഥലം ഇവിടെ ചേർത്ത് വെക്കുന്നു. അതിന് ശേഷം ഇതിങ്ങോട്ട് അടിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് നോച്ചിട്ടേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ നോച്ച് നമ്മൾ നടുക്കിട്ടിട്ടുണ്ട്. ഈ യോക്ക് പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഞുറിയിട്ടെടുക്കണം. ഇങ്ങനെ ഇത്രയും ഭാഗം നമുക്ക് ഞുറിയിട്ടെടുക്കണം. കുറച്ചുകൂടെ അടിച്ചിട്ട് നമുക്ക് ഞുറിയിട്ട് തുടങ്ങാം.
ഇവിടെ തൊട്ട് നമുക്ക് ഞൊറിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ നോച്ചുകൾ തമ്മിൽ ഒപ്പം വരുന്ന വരെയുള്ളത് നമുക്ക് ഞൊറിയിട്ട് കൊടുക്കാം. നമുക്ക് ഈ നോച്ചിൻ്റെ അവിടം വരെ ഞൊറിയിട്ടെടുക്കാം. ഇവിടെയാണ് നോച്ചുള്ളത്, ഇതിൽ ഇവിടെയാണുള്ളത്, ഇവിടെ. അപ്പോൾ ഈ നോച്ചിൻ്റെ ഇവിടെ വരുന്ന വരെ നമുക്ക് ഞൊറിയിട്ടെടുക്കാം. ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ചിലപ്പം ഇങ്ങനെ പറ്റിയെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം ഞൊറിയിട്ട് കൊടുത്തിട്ട് സൈഡിൽ നിന്നിട്ട് വെച്ച് തുടങ്ങിയാൽ മതി. അതായിരിക്കും എളുപ്പം. നമ്മൾ നോച്ച് കൃത്യമായിട്ട് നോച്ചിൻ്റെ അടുത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഞൊറി കൊണ്ടിട്ട് കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഇടയാളപ്പെടുത്തിയെടുത്ത് നോച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇങ്ങോട്ട് നമുക്ക് ഞൊറിയിടണം. ഇവിടെ കറക്റ്റ് വരുന്നവരെ, അതായത് ഈ സൈഡിൽ നമുക്ക് ഈ പീസിൻ്റെ അറ്റം വരുന്നവരെ നമ്മൾ ഇവിടെ ഞൊറിയിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ ഞൊറിയിട്ടു, അടുത്ത ഭാഗത്തും കൂടെ ഞൊറിയിട്ട് കൊടുക്കുക. ഇത് തുടർച്ചയായിട്ട് ഞൊറിയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് വ്യത്യാസം തിരിയില്ല. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് ഈ അറ്റം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങ് അടിച്ചെടുക്കണം. നമ്മൾ നൈറ്റിയുടെ യോക്കയിൽ നമ്മൾ പീസ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നടുക്ക് ഭാഗത്ത് നമുക്ക് നല്ല ഞൊറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ചടിക്കാം. അതിൻ്റെ തലത്തുമ്പോൾ മുകളിലേക്ക് വെച്ചിട്ട്, അതായത് ഈ യോക്ക് പീസയിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അതേ കൂടെയാണ് നമ്മൾ പതിച്ചെടുക്കുന്നത്. ഒരു പ്രഷർ കൂട്ട് രീതിയിൽ നമുക്കൊന്നുകൂടെ അടിക്കാം. ഇനി നമുക്ക് മുൻവശത്തും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുറകിൽ അടിച്ച പോലെയല്ല, ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട്, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത് നമ്മൾ നടുക്കുവശത്ത് നോച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇത് നമ്മൾ കൂട്ടി പിടിച്ചിട്ട്, ഈ ഫ്രണ്ട് വശം നമുക്ക് നോച്ചിടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കൃത്യം നടുവ് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമ്മളിവിടെ ഒരു വരയിട്ട് കൊടുക്കുന്നു. അതായത് മനസ്സിലാൻ വേണ്ടി നടുവ്, അതായത് നോച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റ് തിരിയാൻ വേണ്ടി നമ്മളവിടെ ഒരു അടയാളം കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഞൊറിയിട്ട് തുടങ്ങാം. ഈ സൈഡിൽ പിടിപ്പിച്ച് നടുക്ക് നമുക്ക് ഞൊറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഞൊറിയിട്ടത്. ഇത് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞൊറിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കുന്നു, ഇതിൻ്റെ ഒപ്പം ഇതിങ്ങനെ വെക്കുന്നു. നമുക്ക് കൈക്കുഴിയുടെ സ്പേസ് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഞൊറിയിട്ട് തുടങ്ങുന്നു. അതായത് ഇവിടെ ഇത്രയും ഭാഗം നമുക്കുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ വരുമ്പോൾ നമ്മൾ ഞൊറിയിട്ട് തുടങ്ങുന്നു. ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ നോച്ച നമുക്കിവിടെ കൃത്യം വരണം. വേണ്ട കൃത്യം നമ്മൾ ഈ വരയുടെ നേരെ ഈ നോച്ച് വന്നിട്ടുണ്ട്. വേണ്ട ഈ നോച്ച് നമുക്ക് ഈ വരയുടെ താഴെ വരുന്ന പോലെ ഞൊറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വര നമുക്ക് കൃത്യമായിട്ട് ആ ഞൊറിയുടെ താഴെ നമ്മൾ വരയിട്ടെടുത്ത്, അതായത് നോച്ചിട്ടത് ഇവിടെയാണ്, അത് കൃത്യമായിട്ട് അതിൻ്റെ താഴെ വരുന്ന പോലെ തന്നെ നമ്മൾ ഞൊറിയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട പിന്നെ ഇങ്ങോട്ടും ഈ സൈഡിലേക്കും തന്നെ അങ്ങനെ ഞൊറിയിടുക.
പൈപ്പിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മളിതിൻ്റെ പുറത്തോടെ അടിക്കുന്നത്. അപ്പോൾ ഈ അറ്റത്ത് കറക്റ്റ് വരുന്നതല്ല നമ്മൾ ഞൊറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 വശത്ത് ഞൊറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കൈ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞൊറിയൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടെ പ്രഷർ പോട്ട് വീതിയിൽ നമുക്ക് ഇതിലേ അടിക്കണം. നമ്മൾ ഒന്നേ അടിച്ചുള്ളൂ, ഒന്നോട്ട് അടിക്കും. ഇനി നമ്മൾ കൈ പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ കൈയുടെ അടിവശത്ത് നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടായിരുന്നു. അത് നമുക്ക് ഈ തേര് വശം 1/2 ഇഞ്ച് മടക്കി തയ്ക്കാം. നമ്മൾ കൈ വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയെടുത്ത് നമ്മൾ കൈക്ക് നോച്ചിട്ടിട്ടുണ്ട്. നോച്ചിട്ടിട്ടുണ്ട്. ആ നോച്ച് ഈ അടയാളപ്പെടുത്തിയത് കൃത്യമായിട്ട് വെക്കുന്നു. അടിച്ചു തുടങ്ങാം. ഈ ജോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇതാണ് ജോയിൻറ്റ്. അവിടെ വരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കും. ശരി, അവിടെ കുത്തി നിർത്തിയിട്ട് ഈ സൈഡ് നമ്മൾ കൈക്കുഴി വെട്ടിയ ആ ഭാഗത്തേക്ക് ചരിച്ചെടുക്കും. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കൈക്കുഴി നമ്മൾ നൈറ്റിയുടെ പീസെ വെട്ടിയ കൈക്കുഴിയും ഈ കൈയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ടടിക്കണം. നമ്മളൊരു ഭാഗത്തേക്ക് അടിച്ചുള്ളൂ. നമുക്ക് അങ്ങോട്ട് അടിച്ചിട്ട് പതിച്ചടിക്കാം. നമ്മളിപ്പുറ വശത്തേക്കും കൂടെ അടിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പുറ ഭാഗത്തേക്കും കൂടെ അടിക്കുന്നു. അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചടിക്കണം. അവിടെ കുത്തി നിർത്തിയിട്ട് ഇനി ഇത് ഇങ്ങോട്ട് പിടിക്കുന്നു. ഈ ഷേപ്പ് അടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ കയ്യുടെ അങ്ങോട്ട് ഇതിൻ്റെ തലത്തുമ്പ് വെക്കുക. ഇങ്ങനെ ഈ തലത്തുമ്പ് കയ്യിലേക്ക് വെച്ചിട്ട് നമുക്ക് പതിച്ചടി. ഇത് ചുറ്റും നമുക്ക് അടിച്ചെടുക്കണം. കൈ ഇങ്ങനെ അറ്റം വരെ നമ്മൾ പതിച്ചടിച്ചെടുക്കണം. ഈ പതിച്ചടിക്കുന്നതിന് ഒരടിപ്പ് മതി. ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്തി താഴെ വരെ അടിച്ച് അടിവശം അടിച്ചെടുത്താൽ നമ്മുടെ നൈറ്റി പൂർത്തി. ഇനി നമ്മൾ കൈയുടെ 8 ഇഞ്ചായിരുന്നു വണ്ണം അടയാളപ്പെടുത്തിയത്. മടക്കി ഇട്ടിട്ട് നമുക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് അടിക്കാം. അപ്പോൾ 8 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇത് താഴേക്ക് അടിച്ചെടുക്കുക.
സൈഡിൽ നമുക്ക് തയ്ക്കുമ്പോൾ മാത്രം മതി. വയറിൻ്റെ അവിടെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒതുക്കി കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒതുക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 പീസ് നൈറ്റി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റിയെന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നൈറ്റി വെട്ടി തയ്ക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്